അയ്യോ വണക്കം. അമേരിക്ക ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. സംഘർഷമെന്ന് പറഞ്ഞാൽ എൻ്റെ ഉച്ചസ്ഥായിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും ഇവ എന്ത് ഈ ഉച്ചസ്ഥായിലെത്തി നിൽക്കുന്നു എന്ന് പറയുന്നത്. അതായത് ഇന്നൊരു ഉച്ചസ്ഥായിലെത്തി നിൽക്കുന്നു, നാളെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത വേറൊരു ഉച്ചസ്ഥായിൽ ഈ യുദ്ധം ചെന്ന് നിൽക്കുന്നതായിരിക്കും. അതാണ് അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇറാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. കാരണം പടുപണ്ടാരം പോലെ കിടക്കുകയാണ്. അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ ബോംബിട്ടാ തീരൂല. അങ്ങനെയാണ് ഇറാൻ കിടക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്. വളരെ വലിയൊരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ആ ഇറാനാണെങ്കിൽ ആ യുദ്ധം ചെയ്ത് നല്ല ശീലമുള്ള രാജ്യവും നമ്മുടെ സോനം വാങ്ചുക്കിനെ പോലെയും അണ്ണാ ഹസാരെ പോലെയൊക്കെയാണ്. അതായത് നിരാഹാരം കടന്ന് നല്ല എക്സ്പീരിയൻസ് ആണ് എന്ന് പറയുന്നത് പോലെയാണ് യുദ്ധം ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക എത്ര മിസൈൽ അയച്ചാലും ഇറാൻ എന്താണ് നിന്നു കൊള്ളും. ആ അടിയെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അടിച്ച് കർണം പോച്ചാലും ഇറാൻ നിന്നുകൊണ്ടിട്ട് വീണ്ടും എഴുന്നേറ്റ് വരും. അതാണ് ഇറാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ പോരാത്തതിന് അമേരിക്ക ഇങ്ങനെ ദുരിതര അടിക്കുമ്പോൾ കുവൈത്തിൽ വലിയ ഡ്രോൺ ആക്രമണം നടത്തുന്നുണ്ട്. അവിടെ അമേരിക്കയിൽ ഒരു റഡാറുണ്ട്. നേരത്തെ ഖത്തറിലൊരു റഡാർ സ്ഥാപിച്ചിരുന്നു. 5000 കോടിയാണ് ഇന്ത്യൻ രൂപ ആ റഡാറിൻ്റെ വില എന്ന് പറയുന്നത്. ആ റഡാറിനെ ഇറാൻ അടിച്ച് തുലച്ചു. ഇപ്പോൾ ഇതാ ഖത്തറിലെ കുവൈറ്റിലെ റഡാറിൻ്റെ പിറകെയാണ് ഇറാൻ പോയിരിക്കുന്നത്. അവിടെ മിസൈലുകൾ അയച്ചു ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നു. UAE റഡാർ ആക്രമണം നടത്തുന്നു. ഇതിനിടയിൽ നമ്മുടെ ഹൂത്തികളുണ്ടല്ലോ, യമനിലെ ഹൂത്തികൾ, നമ്മുടെ ഇറാൻ്റെ പ്രോക്സിയാണ് ഹൂത്തി എന്ന് പറയുന്നത്. ആ ഹൂത്തികൾ എങ്ങാനും ഇവന്മാരെ കൂടെ ചേർന്ന് നമ്മളെ കയറി അടിച്ചാലോ എന്നുള്ള ഒരു ചെറിയൊരു സംശയത്തിൻ്റെ പുറത്ത് സൗദി അറേബ്യ എന്ത് ചെയ്തു? ഹൂത്തികളെ മൊത്തം അടിച്ചു തുലച്ച്. സൗദി അറേബ്യ കനത്ത ആക്രമണമാണ് ഹൂത്തി മേഖലകളിൽ നടത്തിയത് യമനിൽ. അപ്പോഴേക്കും ഇറാൻ എന്ത് ചെയ്തു? ഒരു ഓർഡർ അങ്ങോട്ടിട്ടു. അതായത് ഈ ഹൂത്തികളുടെ അവിടെ ഒരു കടലിടുക്കുണ്ട്. ഈ കടലിടുക്കിൻ്റെ കളിയാണ് എല്ലായിടത്തും എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, നമുക്ക് ഇന്ത്യക്ക് ഒരു മലാക്ക കടലിടുക്ക് എന്ന് പറഞ്ഞൊരു കടലിടുക്കുണ്ട്. ആ കടലിടുക്ക് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ചൈനയാണെങ്കിൽ നിക്കറും ഇതുമില്ലാതെ മുണ്ട് തുണിയില്ലാതെ ഓടേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ യുക്രൈനും റഷ്യയും കൂടെ യുദ്ധം നടക്കുമ്പോൾ അവിടെ അസോബ് കടലിടുക്ക് എന്ന് പറഞ്ഞ് വേറൊരു കടലിടുക്കുണ്ട്. ആ കടലിടുക്കിൽ യുക്രൈൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റേ മന്ദേബ് കടലിടുക്കുണ്ട്, റെഡ് ഗേറ്റ് വേ അങ്ങനെ എന്തോന്നാണ് ഞാൻ പറയുന്നത്. ആ ഗേറ്റ് വേ നിങ്ങൾ പൂട്ടിക്കോ എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ എന്ന് ഹൂത്തികളോട് ആര് പറയുകയാണ്? ഇറാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അമേരിക്ക വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇറാനിൽ. അത് നമുക്ക് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വേദനാജനകമാണ് സംഭവം. പക്ഷേ അമേരിക്ക ഇത്രയും വലിയൊരു ആക്രമണം നടത്തുമ്പോൾ ലോകരാജ്യങ്ങൾ അതിനെതിരെ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഇറാനിലെ കുട്ടികളെ ആക്രമിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. കഴിഞ്ഞ ദിവസം അമേരിക്ക കുട്ടികളുടെ, അതായത് ക്യാൻസർ രോഗികളായിട്ടുള്ള കുട്ടികൾ കിടക്കുന്ന ആശുപത്രിയിൽ അമേരിക്ക ബോംബിട്ടു എന്നുള്ളതാണ് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അമേരിക്ക വലിയ രീതിയിലുള്ള ആക്രമണമാണ് അവിടെ നടത്തിയത്. അമേരിക്ക ഇറാനെ ആദ്യം ആക്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഇതിൽ US വ്യോമാക്രമണത്തെ തുടർന്ന് തെക്കു പടിഞ്ഞാറൻ നഗരമായ അഹ്വാസിലെ ഒരു ക്യാൻസർ ആശുപത്രി ഒഴിപ്പിച്ചതായും രോഗികളെ മറ്റ് മെഡിക്കൽ സെൻ്ററുകളിലേക്ക് മാറ്റിയതായും ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മായിൽ സഖായി ആക്രമണത്തെ ക്രൂരമായ ആക്രമണമാണെന്ന് വിശേഷിപ്പിച്ചു. അഹ്വാസിൽ നിന്നും 34 വയസ്സുള്ള അധ്യാപകനായിട്ടുള്ള ഹാനി പറയുന്നു, ആക്രമണം ഭയങ്കരമായിരുന്നു, എൻ്റെ കൈകൾ വിറയ്ക്കുന്നു, കുറഞ്ഞത് 11-12 സ്ഫോടനങ്ങളും ഉണ്ടായി, എൻ്റെ ചെവികളിൽ ഇത് മുഴങ്ങുന്നു എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥയിൽ 211 രോഗികളാണ് അവിടെ നിന്നും മാറ്റിയിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ അമേരിക്ക ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിനാബ് എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെയുള്ളൊരു സ്കൂൾ ആക്രമിച്ചു. 150 പേരടങ്ങുന്ന ആ സ്കൂളിൽ 120 കുട്ടികൾ മരിച്ചുപോയി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടെന്ന് പറയുന്നത്. ഈ 150 പേര് മരിച്ചതിൽ 120 പേര് കുട്ടികളാണ്. ബാക്കിയുള്ളവർ അവരുടെ പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നും അറിയാനായിട്ട് സാധിക്കുന്നു. അമേരിക്ക അത് ഡിനൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ അവിടെ ആക്രമിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഇറാനെ മറ്റൊരു ഗാസയാക്കാനാണ് അമേരിക്കയുടെ നീക്കം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കുട്ടികൾ മരിക്കുമ്പോൾ നമുക്കറിയാം എല്ലായിടത്തും വേദനാജനകമാണ്. നമ്മളങ്ങനെ, എസ്പെഷ്യലി ഞാൻ, എവിടെ കുട്ടികൾ മരിച്ചാലും നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ അപലപിക്കും. എവിടെ മരിച്ചാലും, യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ കുട്ടികൾ മരിച്ചാലും അപലപിക്കും, ഇറാനിൽ കുട്ടികൾ മരിച്ചാലും അപലപിക്കും, ഗസയിലും അപലപിക്കും. പക്ഷേ ഗസയിലെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാസയിൽ കുട്ടികൾ മരിക്കുന്നത് ഫോഴ്സ്ഫുള്ളി ആ കുട്ടികളെ തീവ്രവാദികൾ തങ്ങളുടെ കവചങ്ങളായി മാറ്റുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൽ ഇസ്രായേൽ തെളിവ് സഹിതം അത് പുറത്തുവിട്ടിട്ടുണ്ട്. കുട്ടികളെ ഇവരുടെ കവചമാക്കി മാറ്റുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ബാഹുബലി മുന്നിലോട്ട് പോകുമ്പോൾ മറ്റേ കാലകേയന്മാർ സ്ത്രീകളെയും കുട്ടികളെ എടുത്ത് ഫ്രണ്ട് ഇടുന്നത് പോലെയാണ് കണ്ണിച്ചോലയില്ലാത്ത പ്രവൃത്തി ഹമാസ് അവിടെ കാണിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. അതുകൊണ്ട് അങ്ങനെ അവിടെ കുറേ കുട്ടികൾ മരിക്കുന്നു, ഒരുപാട് കുട്ടികൾ. ഇപ്പോൾ ഞാൻ പറയാം, ഈ താലിബാൻ്റെ ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ, അല്ലെങ്കിൽ താലിബാൻ്റെ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയപ്പോൾ അവിടെയും ധാരാളം കുട്ടികൾ മരിച്ചിരുന്നു. ആ കുട്ടികളുടെ ഡെഡ് ബോഡി ചുമന്നുകൊണ്ട് അമ്മമാർ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതാണ്. എന്നിട്ട് പോലും ഇവിടെയുള്ളൊരു സുഡാപ്പി അനങ്ങിയിട്ടില്ല. അത് വേറൊരു കാര്യമാണ് കേട്ടോ. ഇവന്മാർ ഇവിടെ അനങ്ങിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഗസയിൽ എന്തെങ്കിലും ഒരു കാക്ക കറണ്ടടിച്ച് ചത്താൽ മാത്രമേ ഇവന്മാരുടെ ധാർമ്മികമായിട്ടുള്ള രോഷം ഉണരൂ എന്നുള്ളതാണ്. കാരണം അതിനകത്ത് മതത്തിൻ്റെ പേരിൽ
ഇസ്രായേലിൽ ഒരു മുതലെടുപ്പുണ്ട്. മുസ്ലിമും തമ്മിൽ അടിച്ച് ചത്തു കഴിഞ്ഞാൽ പക്ഷേ മതത്തിൻ്റെ പേരിൽ മുതലെടുക്കാൻ പറ്റില്ല. മുസ്ലിമും ജൂതനുമാണെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ കത്വയിൽ ഒരു ആസിഫ് മരിച്ചു കഴിഞ്ഞാൽ അത് മരണപ്പെട്ടത് ഒരു അമ്പലത്തിനകത്താണെങ്കിൽ അതും കൊള്ളാം, നല്ലൊരു സ്കോപ്പുണ്ട്. പക്ഷേ ഇതിലൊരു സ്കോപ്പില്ല എന്നുള്ള രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷേ നമുക്കങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റില്ല. കുട്ടികൾ എവിടെ മരിച്ചാലും അത് വളരെയധികം വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഇസ്രായേലിനെ വിളിച്ചിട്ടുണ്ട്. ഇസ്രായേൽ വലിയ രീതിയിൽ അടിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ. അങ്ങനെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ ഇതുവരെ കളത്തിലോട്ട് ഇറങ്ങാതിരിക്കുകയായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്രായേൽ ലെബനൻ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലെബനനിലാണ് വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്നത്. അവിടെയുള്ള ഫോർട്ടൊക്കെ ഇസ്രായേൽ പിടിച്ചെടുത്തു. അപ്പോഴാണ് വെടിനിർത്തൽ വന്നത്. ട്രംപ് ഇസ്രായേലിൻ്റെ കൈയും കാലും പിടിച്ച് ഒന്ന് വെടിനിർത്തടാന്ന് പറഞ്ഞ് ഇസ്രായേലിനെ കൊണ്ട് വെടിനിർത്തൽ ഉണ്ടാക്കി. അങ്ങനെ ഇസ്രായേൽ വെടിനിർത്തി അടങ്ങി ഒതുങ്ങി ഇരിക്കുമ്പോഴാണ് ട്രംപ് വീണ്ടും അറ്റാക്ക് തുടങ്ങിയത്. ട്രംപിന് അപ്പം കുരു പൊട്ടും. അപ്പോൾ ട്രംപ് വീണ്ടും അറ്റാക്ക് തുടങ്ങി. ട്രംപ് അറ്റാക്ക് തുടങ്ങാനുള്ള കാരണം ഇറാൻ ഇങ്ങോട്ട് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഹോർമൂസിൽ കൂടെ ഒരു കപ്പലിനെയും പോകാനായിട്ട് സമ്മതിക്കാതെ എന്ത് ചെയ്തു? ഇറാനാണെങ്കിൽ അതിനെല്ലാം ആക്രമിക്കാനായിട്ട് തുടങ്ങി. നമ്മുടെ നാവികരടക്കം അവിടെ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ നാവികർ. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സീ ഫാരർ എന്നാണ് അതിൻ്റെ ഓപ്പറേഷന് പേരിട്ടിരിക്കുന്നത്. അതായത് നമ്മുടെ നേവി ഹോർമൂസിൽ പോയി അവിടെ നിന്ന് കുടുങ്ങി കിടക്കുന്ന നമ്മുടെ നാവികർക്ക് സംരക്ഷണം ഒരുക്കി അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ളൊരു യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനിടയിൽ ഖത്തർ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. UAE അവിടെയുള്ള പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങളൊരു അറിയിപ്പില്ലാതെ പുറത്തിറങ്ങരുത് എന്ന് പറയുന്നുണ്ട്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും എന്ത് സംഭവിക്കാവുന്നൊരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അമേരിക്ക കരയുദ്ധം തുടങ്ങുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഈ യുദ്ധം ഇപ്പോഴൊന്നും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് ഹോർമൂസ് ഇനി മറന്നേക്കുക എന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ UAE, ഖത്തർ, കുവൈറ്റ്, പിന്നെ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ പൈപ്പ് ലൈൻ വഴി ഗ്യാസ് കൊണ്ടുപോകുന്ന പദ്ധതിക്കാണ് ഇപ്പോൾ വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതിനുള്ള നടപടികൾ അവർ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതോടുകൂടി ഹോർമൂസ് നിഷ്പ്രഭമാവും എന്നുള്ളതാണ്. ഹോർമൂസ് എന്ന് പറഞ്ഞൊരു പിടി ഇറാൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ലോക രാജ്യങ്ങൾ ഇതിൽ ഇത്രയധികം പ്രതിസന്ധി നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സമാധാന ചർച്ചയ്ക്കൊന്നും ആരും വിളിക്കുന്നില്ല. കാരണം അടിയെങ്കി അടി, ഇടിയെങ്കി ഇടി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. എന്തായാലും അമേരിക്ക വലിയ രീതിയിലുള്ള ആക്രമണം കുട്ടികൾക്ക് നേരെ വരെ നടത്തി എന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു സൂചനയാണ് നൽകുന്നത്. കാരണം ഇറാനിൽ അമേരിക്കയ്ക്ക് പഴയ നിലപാടല്ല. ഇനി ഇറാൻ്റെ സമാധാനം നമുക്ക് വേണ്ട എന്നുള്ള രീതിയിലാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ റഷ്യയിലെ ഡൂംസ്ഡേ വിമാനം അവിടെ പറന്നിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള കളികൾ എന്താണ് എന്നുള്ളത് അമേരിക്ക സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ഇത് ഏത് രീതിയിലോട്ട് തിരിയും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ആക്രമണത്തിൽ ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് അമേരിക്ക മുന്നിലേക്ക് പോകുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ശരി.